CC ബാങ്കിൽ ഓൺ ഓഫർ ആരംഭിച്ചിട്ടുണ്ട്. CSEBയുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 20% ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഓഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താഴെ കണക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കമ്മ്യൂണിറ്റി ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ചില റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ഫാക്റ്റുകളും നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which was the first mechanical computer designed by Charles Babbage? നിങ്ങളുടെ സിലബസിൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്. അത് ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which was the first mechanical computer designed by Charles Babbage? ചാൾസ് ബാബേജ് ഡിസൈൻ ചെയ്ത ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഏതാണ് എന്നുള്ളതാണ്. ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ ENIAC, ഓപ്ഷൻ ബി അനലറ്റിക് എഞ്ചിൻ, ഓപ്ഷൻ സി പാസ്കലൈൻ, ഓപ്ഷൻ ഡി മാർക്ക് 1. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി അനലറ്റിക്കൽ എഞ്ചിൻ ആണ് കേട്ടോ. അനലറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്തെടുത്ത ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണ്. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തത് എന്നുള്ള കാര്യം അറിയുക. ബാബേജ് എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ പിതാവാണ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ് ചാൾസ് ബാബേജ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണ് അനലറ്റിക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ENIAC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇതാണ് ENIAC എന്ന് പറയുന്നത് കേട്ടോ. ENIAC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ജോൺ മോഷ്ലി, അതേപോലെ പ്രസ്പർ എക്കാർട്ട്. ഈ രണ്ടാളുകൾ ചേർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദെൻ പാസ്കലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ് കേട്ടോ. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ് പാസ്കലൈൻ എന്ന് പറയുന്നത്. പാസ്കലൈൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ബ്ലെയ്സ് പാസ്കൽ. അതുപോലെ മാർക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBM ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ആണ് കേട്ടോ. IBM ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടർ ആണ് മാർക്ക് 1 എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ചോദ്യമാണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻഡ് ബൈ ചാൾസ് ബാബേജ് എന്ന് ചോദിച്ചാൽ പറയുക ഉത്തരം എന്താണ്? അനലറ്റിക്കൽ എഞ്ചിൻ. സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വേർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? നമ്മുടെ കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വേർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ICs ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് യൂസ് ചെയ്തിരുന്നത്, പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്? ഓപ്ഷൻ എ ഫസ്റ്റ് ജനറേഷൻ, ഓപ്ഷൻ ബി സെക്കൻഡ് ജനറേഷൻ, ഓപ്ഷൻ സി തേർഡ് ജനറേഷൻ, ഓപ്ഷൻ ഡി ഫോർത്ത് ജനറേഷൻ. എന്താണ് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞോളൂ, ഒന്ന് ആലോചിച്ച് പറയാമോ? ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നും ഏത് ടെക്നോളജിയാണ് ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി തേർഡ് ജനറേഷന്റെ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് മൾട്ടിപ്പിൾ ട്രാൻസിസ്റ്റേഴ്സിനെ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിലേക്ക് എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. അതാണ് IC ചിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ IC ചിപ്പിന്റെ വരവോടുകൂടി, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ വരവോടുകൂടി കമ്പ്യൂട്ടറിന്റെ സൈസ് എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് ആയി മാറി. അതായത് മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ അപ്പിയറൻസിലേക്ക് ആയി മാറിയത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ICയുടെ കണ്ടുപിടുത്തം തന്നെയാണ് കേട്ടോ. ICയുടെ കണ്ടുപിടുത്തം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക.
ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, കമ്പ്യൂട്ടറിനെ ഓവറാൾ ഫംഗ്ഷൻസിനെ മാനേജ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വിൻഡോസ്, ലിനക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ തേർഡ് ജനറേഷൻ കാലഘട്ടത്തിലാണ് ഇതെല്ലാം ഡെവലപ്പായി വന്നത് എന്ന് അറിയുക. ഒന്നാം തലമുറയിൽ ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബുകളാണ്, വാക്യൂം ട്യൂബ്. സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണ്, ട്രാൻസിസ്റ്ററുകളാണ്. ഫോർത്ത് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചു പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ ആണ്, മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സറിന്റെ വരവോട് കൂടിയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വന്നത് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ സൈസ് വളരെ ചെറുതായി നമുക്കൊരു ചെറിയ സ്മാർട്ട് വാച്ചിന്റെ വരെ സൈസിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ മൈക്രോ പ്രോസസ്സറിന്റെ വരവോട് കൂടിയാണ്. അതായത് വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള വലിയ വലിയ ടാസ്കുകളെല്ലാം ഈ ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ഈ ടെക്നോളജി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആയത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഇതെല്ലാം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ന് അറിയുക. മൈക്രോ പ്രോസസ്സറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ പ്രോസസ്സറുകൾ ഏതൊക്കെയാണെന്ന്. നമ്മൾ ഇന്റൽ, അതേപോലെ തന്നെ AMD, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ പ്രോസസ്സറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ പറയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ഒരു പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും AI എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ ഫിഫ്ത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ജനറേഷന്റെ പ്രത്യേകത എന്താണ്, കമ്പ്യൂട്ടേഴ്സിന് നാച്ചുറൽ ലാംഗ്വേജസ് കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവ്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ ഗ്രഹിച്ച് സ്വയം തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുണ്ട്. അതായത് റോബോട്ടിക് ടെക്നോളജി കേട്ടോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമ്മുടെ സാധാരണ ഫോർത്ത് ജനറേഷൻ വരെയുള്ള കമ്പ്യൂട്ടറുകളെല്ലാം എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. എന്നാൽ ഫിഫ്ത്ത് ജനറേഷൻ ആണെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കണ്ടാൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ChatGPT, ജെമിനി, അതുപോലെ തന്നെ അലക്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നാച്ചുറൽ ലാംഗ്വേജസ് പോലും മനസ്സിലാക്കി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് നമ്മളോട് സംവാദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നിക്കാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണ് എന്നുള്ളത് വൃത്തിയായിട്ട് പഠിക്കുക. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ? ചുവടെ തന്നിരിക്കുന്നവയിൽ ആദ്യത്തെ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ യുണിവാക്ക്, ഓപ്ഷൻ ബി എനിയാക്ക്, ഓപ്ഷൻ സി എഡ്വാക്ക്, ഓപ്ഷൻ ഡി മാർക്ക് 1. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി എനിയാക്കാണ് കേട്ടോ. ഓപ്ഷൻ ബി എനിയാക്കാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിയാക്കാണ്. എനിയാക്കിന്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ. യുണിവാക്കിന്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അതുപോലെ എഡ്വാക്കിന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ പറയുക ഉത്തരം എനിയാക്കാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യലി അവൈലബിൾ കമ്പ്യൂട്ടർ? നല്ലൊരു ചോദ്യം. വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായിട്ടും ലഭ്യമായ കമ്പ്യൂട്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് കൊമേഴ്ഷ്യലി അവൈലബിൾ കമ്പ്യൂട്ടർ. ഓപ്ഷൻ എ എനിയാക്ക്, ഓപ്ഷൻ ബി എഡ്വാക്ക്, ഓപ്ഷൻ സി യുണിവാക്ക് 1, ഓപ്ഷൻ ഡി IBM 1401. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് പരിശോധിക്കാം. കറക്റ്റ് ആൻസർ യുണിവാക്ക് 1 ആണ് കേട്ടോ. യുണിവാക്ക് 1 ആണ്
ആദ്യത്തെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് യൂണിവാക് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കമ്പോണൻസ് ഓഫ് ദ CPU ആർ. CPU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലേ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് നമ്മുടെ മൈക്രോ പ്രോസസ്സറിനെ തന്നെയാണ് CPU എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ CPUവിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ എ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, ഓപ്ഷൻ ബി ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്, ഓപ്ഷൻ സി റാം ആൻഡ് റോം, ഓപ്ഷൻ ഡി മൗസ് ആൻഡ് കീബോർഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ് കേട്ടോ. നമ്മുടെ CPUവിൻ്റെ പ്രധാനപ്പെട്ട 2 കമ്പോണന്റുകളാണ് ALUവും കൺട്രോൾ യൂണിറ്റും. ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കേട്ടോ. അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതാണ് ALU എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ALU എന്ന് പറയുന്നത് കേട്ടോ. അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതിനെല്ലാം നമുക്ക് അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. അതായത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സറിന്റെ അർത്തമെറ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. ഇനി ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡാറ്റ കമ്പാരിഷൻ പോലുള്ള കാര്യങ്ങൾ. ഡാറ്റ കമ്പാരിഷൻ, ഈ ഡാറ്റകളെ താരതമ്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ഈ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത്. അപ്പോൾ ഈ ഡാറ്റയെ തമ്മിൽ താരതമ്യം ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ലോജിക്കൽ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാനും ഡാറ്റ കമ്പാരിഷൻ പോലുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുവാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് വരുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഓവറാൾ പെർഫോമൻസിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള മറ്റ് ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് റെഗുലർ പീരിയോഡിക് ഇന്റർവെല്ലുകളിൽ കമ്പ്യൂട്ടറിന്റെ ഓരോ കമ്പോണന്റുകൾക്കും ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സ്കൂളായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രിൻസിപ്പാൾ വേണം അല്ലേ. പ്രിൻസിപ്പാൾ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. പ്രിൻസിപ്പാൾ ഇല്ലെങ്കിൽ സംഭവിക്കും, കുട്ടികൾ ഒരു ഭാഗത്തേക്ക് പോകും, അധ്യാപകർ വേറൊരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ റെഗുലർ പീരിയോഡിക് ഇന്റർവെല്ലുകളിൽ ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് കൺട്രോൾ സിഗ്നൽസ് കൊടുത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള കുട്ടികളെയും അധ്യാപകരെയും നിയന്ത്രിച്ച് നിർത്തുന്നത്. ആ ഒരു സെയിം ജോലി തന്നെയാണ് കൺട്രോൾ യൂണിറ്റും എന്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ദ കമ്പോണൻസ് ഓഫ് ദ CPU ആർ ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. പ്രധാനപ്പെട്ട കമ്പോണൻസ് ALUവും കൺട്രോൾ യൂണിറ്റുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് വോളറ്റൈൽ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് മെമ്മറിയാണ് വോളറ്റൈൽ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പവർ പോയി കഴിഞ്ഞാൽ, പവർ ഇല്ലെങ്കിൽ ഡാറ്റ എന്ത് ചെയ്യും, ഡാറ്റ ലോസ് സംഭവിക്കും. ഇതിനെയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. പവർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ഡാറ്റ എന്ത് ചെയ്യും, മെമ്മറിക്കകത്ത് കിടക്കുന്ന ഡാറ്റ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ചോദ്യം. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് വോളറ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി SSD, ഓപ്ഷൻ സി റാം, ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഉത്തരം റാം ആണ് കേട്ടോ. റാമിന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിയാണ് റാമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ ഒരു വോളറ്റൈൽ മെമ്മറിയാണ് കേട്ടോ. അതായത് ആസ് ലോങ് ആസ് പവർ ഈസ് അവൈലബിൾ ഡാറ്റ അവിടെ കിടക്കും. പവർ എപ്പോഴാണോ പോകുന്നത് എന്ത് ചെയ്യും, അതിനകത്ത് കിടക്കുന്ന ഡാറ്റയും എന്ത് ചെയ്യും, ലോസ് ആയി പോകും കേട്ടോ, ഡാറ്റയും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കറൻ്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് റാം എന്ന് പറഞ്ഞാൽ ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ്. അങ്ങനെ പറയാൻ കാരണം റാമിനകത്തുള്ള ഡാറ്റയെ നമുക്ക് വായിക്കുവാനും പറ്റും, റാമിനുള്ളിലേക്ക് ഡാറ്റയെ നമുക്ക് എഴുതുവാനും സാധിക്കും. അതുകൊണ്ടാണ് റീഡ് റൈറ്റ് മെമ്മറി എന്ന് നമ്മൾ എന്ത് പറയുന്നത് കേട്ടോ. സാധാരണ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിലെല്ലാം മിനിമം 4 GB സൈസിലുള്ള റാം ആണ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 4 GB 8 GB ഒക്കെ, 4 GB 8 GB 16 GB അങ്ങനെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് റാമിന്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ.
ഇപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങാൻ പോയാലും റാമിൻ്റെ സൈസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കിടന്ന് റണ്ണാവും. അപ്പോൾ ഈ കറൻ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ കയറിയിരിക്കാനൊരു സ്ഥലം വേണം. ആ സ്ഥലമാണ് റാം എന്ന് പറയുന്നത്. റാമിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണൊക്കെ ഹാങ് ആവും, കിടന്ന് ഇഴയും കേട്ടോ. അപ്പോൾ റാം എപ്പോഴും കുറച്ച് സൈസ് കൂടിയത് വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പവർ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം. ഓപ്ഷനിൽ കിടക്കുന്ന റോം, SSD, ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറീസ് ആണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ഡാറ്റാസ് ഒന്നും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോകില്ല. അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം കേട്ടോ. ഈ റോമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി ആണ്. റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ബൂട്ടിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന പ്രോഗ്രാംസിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. ബൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ബയോസ് ഇൻഫർമേഷൻസ് ഒക്കെ, ബയോസ് പോലുള്ള കാര്യങ്ങളൊക്കെ, ബയോസ് പ്രോഗ്രാം ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? റീഡ് ഓൺലി മെമ്മറിക്ക് അകത്താണ്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡാറ്റ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതിനകത്ത് കിടക്കുന്ന ഡാറ്റ നമുക്ക് വായിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ SSDയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ പറയുക. ഞാൻ ഇതെല്ലാം ഒന്ന് റൈസ് ചെയ്യുകയാണേ. SSDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ കാലത്തുള്ള കമ്പ്യൂട്ടറുകളിലെല്ലാം ഹാർഡ് ഡിസ്കിന് പകരം ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനകത്ത് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആണ് കേട്ടോ. ഇതിനകത്തൊരു മെക്കാനിക്കൽ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. ഇലക്ട്രോണിക്കലി ആണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത്. ദെൻ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇതിനകത്ത് ഡിസ്കുകളുണ്ട്. ആ ഡിസ്കുകൾ കറങ്ങുന്നതിന് അടിസ്ഥാനത്തിലാണ് ഡാറ്റ സ്റ്റോറേജും ഡാറ്റ ആക്സസിങ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് കേട്ടോ. ഒരു മെക്കാനിക്കൽ ആക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഡാറ്റ സ്റ്റോറേജും ഡാറ്റ റീഡിങ്ങും ഒക്കെ എവിടെ നടക്കുന്നു? SSDയിൽ നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. SSD ഹാർഡ് ഡിസ്കും പോലെ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നോളജിയാണ് NVMe. ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. NVMe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ്. നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SSDയെക്കാളും ഹാർഡ് ഡിസ്കിനേക്കാളും വളരെ സൈസ് കുറഞ്ഞ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് എന്ന് പറയുന്നത്. മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊന്നും നമുക്ക് ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ SSD ഒന്നും കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ മദർ ബോർഡിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഒരു കാർഡായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് NVMe എന്ന് പറയുന്നത് കേട്ടോ. 1 TB 500 GB ഒക്കെ സൈസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് NVMe നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി എന്നൊക്കെ PSC എടുത്ത് പറയുന്നുണ്ട്. അത്തരം ലേറ്റസ്റ്റ് ടെക്നോളജി പരമായിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക കേട്ടോ. ഇപ്പോൾ കുറേ ട്രഡീഷണൽ ആയിട്ട് PSC ചോദിക്കുന്ന പഴയ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം PSCക്കും അറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. സോ അലേർട്ടായിട്ടിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 7ാമത്തെ ചോദ്യം, വിച്ച് ചാർട്ട് ടൈപ്പ് ഈസ് ബെസ്റ്റ് ഫോർ ഷോയിങ് ട്രെൻഡ്സ് ഓവർ ടൈം? അപ്പൊ ഈ സമയം മാറുന്നതനുസരിച്ച് ട്രെൻഡുകൾ മാറും. അപ്പൊ ഈ ട്രെൻഡുകളെ സൂചിപ്പിക്കുവാനായിട്ട് ഏത് തരത്തിലുള്ള ചാർട്ടുകളാണ് യൂസ് ചെയ്യുന്നത്? ഇത് വന്നിട്ട് നമ്മുടെ വേർഡ് പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എക്സലിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കൂട്ടം ഡേറ്റയെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. കുറേ തരത്തിലുള്ള ചാർട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ഡെഫിനറ്റ് ചാർട്ട്, അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ചാർട്ട്, കുറേ ചാർട്ടുകളുണ്ട്. ഇവിടെ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് ട്രെൻഡ്സ് ഓവർ ടൈം. ഇപ്പം സമയം മാറുന്നതനുസരിച്ച് ഉള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പൈ ചാർട്ട്, ഓപ്ഷൻ ബി ലൈൻ ചാർട്ട്, ഓപ്ഷൻ സി കോളം ചാർട്ട്, ഓപ്ഷൻ ബി ഡെഫിനറ്റ് ചാർട്ട്. ഏത് ചാർട്ടായിരിക്കും ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലൈൻ ചാർട്ടാണ്. ഓപ്ഷൻ ബി ലൈൻ ചാർട്ട്. ഇത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ. അപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് ട്രെൻഡ് മാറുമല്ലോ. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള ലൈൻ ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചാർട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അതുപോലെ തന്നെ പൈ ചാർട്ട് ഉണ്ട്, കോളം ചാർട്ട് ഉണ്ട്, ഡെഫിനറ്റ് ചാർട്ടും ഉണ്ട്. പൈ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ
ഈ പൈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് മലയാളം അല്ലേ, മലയാളം, തമിഴ്, പിന്നെ തുളു, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്ന് നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സ്ലൈസ് ഏതാണോ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതിനാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ റൗണ്ട് കേക്ക് നോക്കി കട്ട് ചെയ്യുമല്ലോ, വലിയ കഷ്ണം ചെറിയ കഷ്ണമായിട്ടൊക്കെ ഏകദേശം ആ ഒരു രൂപത്തിലായിരിക്കും. ഇപ്പോൾ ഇവിടെ മലയാളം എന്ന് പറയുന്ന സ്ലൈസ് ആണ് ഏറ്റവും വലുത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് എന്താണ്, മലയാളമാണ്. അപ്പോൾ അത് കുറച്ച് വലിയൊരു സ്ലൈസ് ആയിട്ടായിരിക്കും നമുക്ക് ഈ പൈ ചാർട്ടിൽ കാണാൻ സാധിക്കുക കേട്ടോ. ഇതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോളം ചാർട്ട്. കോളം ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് നിങ്ങൾ മാത്സിൽ സ്റ്റാറ്റിക്സിലൊക്കെ ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുണ്ട്. ആ ഏകദേശം സെയിം മോഡൽ ഇരിക്കുന്ന ഒരു ചാർട്ടാണ് കോളം ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ചാർട്ടുകളെ നമുക്ക് എന്തെന്ന് പറയാം, കോളം ചാർട്ട് എന്ന് പറയാം. ഇതാണ് കോളം ചാർട്ട് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അതുപോലെ ഡഫ്നട്ട് ചാർട്ട്. ഡഫ്നട്ട് ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡഫ്നട്ട് കേക്കൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. ഡഫ്നട്ട് ഈ ഒരു ആകൃതിയിൽ ഇരിക്കുന്ന ചാർട്ടിനെയാണ് ഡഫ്നട്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഓരോരോ ഡാറ്റയുടെയും ഇവിടെ ഇപ്പോൾ ടാറ്റ, ഇവിടെ ലൈലാൻഡ്, ഇവിടെ ഐഷർ, ഇവിടെ വോൾവോ. KSRTC 2025 ഏറ്റവും കൂടുതൽ വാങ്ങിയത് ഏത് വണ്ടിയാണെന്നുള്ളത് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഡഫ്നട്ട് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോൾവോയാണ് ഏറ്റവും കൂടുതൽ 2025 KSRTC വാങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ടാറ്റയാണ്, പിന്നെ ലൈലൻഡും ഐഷറും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡഫ്നട്ട് ചാർട്ട് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ഒരു എക്സൽ ഡാറ്റ ഷീറ്റ് എടുത്ത് ഡാറ്റയെ ഫിസിക്കലി നോക്കുന്നതിനേക്കാളും ഈ ചാർട്ടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ മൊത്തം വായിച്ച് മെനക്കെടേണ്ട ആവശ്യമില്ല. ഈ ചാർട്ട് മാത്രം ഒരൊറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ചാർട്ടിന്റെ ഉപയോഗം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. സോ വൃത്തിയായിട്ട് പഠിക്കുക, ചാർട്ടുകൾ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പൈ ചാർട്ട് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ. ഈ പൈ ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഷോയിങ് ട്രെൻഡ്സ്, ഓപ്ഷൻ ബി കമ്പയറിംഗ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓവർ ടൈം, ഓപ്ഷൻ സി ഡിസ്പ്ലേയിങ് പാർട്സ് ഓഫ് എ ഹോൾ, ഓപ്ഷൻ ഡി ഷോയിങ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡാറ്റ. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്തായാലും പറയും. കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്, ഡിസ്പ്ലേയിങ് പാർട്സ് ഓഫ് എ ഹോൾ. ഇതാണ് പൈ ചാർട്ട് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31-ാം തീയതിയാണ്. ഓഗസ്റ്റ് 31-ാം തീയതിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കിട്ടാൻ അല്ലെങ്കിൽ ജോലി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയാണ് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കാരണം അപേക്ഷകരുടെ എണ്ണം മറ്റ് പോസ്റ്റുകളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാനായിട്ട് സാധിക്കും കേട്ടോ. മാത്രമല്ല നമുക്ക് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ മുൻ ബാച്ചുകളിൽ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് വന്ന് പഠിച്ച ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അവർ നമ്മളെ അറിയിച്ചു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ജോയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള ട്രെയിനിങ് എടുത്ത് മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഭയങ്കര വൈഡായിട്ടുള്ള സിലബസ് ഒന്നുമല്ല. നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സിലബസ് കൂടിയാണ്. തുടക്കക്കാരുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ CCയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 മാസത്തെ ഒരു ബാച്ചാണ്. അതിൻ്റെ ഡ്യൂറേഷൻ 6 മാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുവാനുമായിട്ട് മുകളിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക 8921440580. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡു യു ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ MS വേർഡ്? MS വേർഡിൽ സ്പെല്ലിംഗും ഗ്രാമറും എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻസേർട്ട് ടാബ്, ഓപ്ഷൻ ബി ഹോം ടാബ്, ഓപ്ഷൻ സി ഫയൽ ടാബ്, ഓപ്ഷൻ ഡി റിവ്യൂ ടാബ്. അപ്പോൾ സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാബ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡി റിവ്യൂ ടാബ് ആണ് കേട്ടോ. നമ്മളൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് റിവ്യൂ ടാബ് എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള എറേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഇപ്പൊ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാം അല്ലെ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, മറ്റ് ആശയപരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ഇതെല്ലാം റിവ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ
സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? റിവ്യൂ ടാബ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് കളറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് വേർഡ് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നത്. ഗ്രാമർ മിസ്റ്റേക്ക് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. ഇനി എന്തെങ്കിലും കണ്ടക്സ്റ്റുവൽ എറേഴ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ യെല്ലോ കളറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കണ്ടക്സ്റ്റുവൽ മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടായിരിക്കാം. അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. റിവ്യൂ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ എറർ എവിടെയാണോ കാണുന്നത് അവിടെ ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പ്രയോഗം, ശരിയായിട്ടുള്ള സ്പെല്ലിങ്ങോ ഗ്രാമറോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് മെനുവിൽ കാണാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ എലമെന്റുകളോ ഒക്കെ നമ്മുടെ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് എന്തെന്ന് പറയുന്നത്, ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത്. ദെൻ ഹോം ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിലെ ഡിഫോൾട്ടായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് എനേബിളായി കിടക്കുന്ന ടാബാണ് ഹോം ടാബ് എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ടുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിങ്സും പാരഗ്രാഫ് ഫോർമാറ്റിങ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടാബാണ് ഹോം ടാബ് എന്ന് പറയുന്നത്. ദെൻ ഫയൽ ടാബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുവാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുവാനും എക്സ്പോർട്ട് ചെയ്യുവാനും പ്രിന്റ് ചെയ്യുവാനും ഒരു ഡോക്യുമെന്റിനെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടാബാണ് ഫയൽ ടാബ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ. എന്തിനാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തിനാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ എന്റർടൈൻമെന്റ്, ഓപ്ഷൻ ബി മാനേജിംഗ് ഹാർഡ്വെയർ, ഓപ്ഷൻ സി പെർഫോമിംഗ് മെയിൻ്റനൻസ് ടാസ്ക്, ഓപ്ഷൻ ഡി ക്രിയേറ്റിംഗ് പ്രസന്റേഷൻ. എന്തായാലും എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ പെർഫോമിംഗ് മെയിൻ്റനൻസ് ടാസ്ക് കേട്ടോ. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഒക്കെ മെയിൻ്റനൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ഡിഫൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഡീഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൂടെ ഇൻസ്റ്റാൾ ആകുന്ന ചില സോഫ്റ്റ്വെയറുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ, അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ കൂടി എന്ത് ചെയ്യാം പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻടു മെഷീൻ ലാംഗ്വേജ് ഈസ് കാൾഡ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ കിടക്കുന്ന പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുവാൻ വേണ്ടി മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇന്റർപ്രറ്റർ, ഓപ്ഷൻ ബി ബ്രൗസർ, ഓപ്ഷൻ സി വേർഡ് പ്രോസസർ, ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇന്റർപ്രറ്റർ ആണോ, ബ്രൗസർ ആണോ, വേർഡ് പ്രോസസർ ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? ആരാണ് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ ആണ് കേട്ടോ. ഇന്റർപ്രറ്റർ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാം. ഇത് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുവാനുള്ള കപ്പാസിറ്റി കമ്പ്യൂട്ടറിനില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെഷീൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യുകയുള്ളൂ, മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമിനെ എടുത്ത് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ മുഴുവനായിട്ട് എടുത്ത് എന്ത് ചെയ്യുന്നു, ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത് വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ? ചുവടെ തന്നിരിക്കുന്നവയിൽ സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് സിലബസിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ മിക്കവാറും ഒക്കെ പ്രതീക്ഷിക്കാം, സിമ്പിൾ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അപ്പോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ സോഫ്റ്റ്വെയർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി മെക്കാനിക്കൽ സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല.
മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം എന്താണ്? ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എല്ലാം ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ദെൻ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഫാക്റ്റുകളും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 ചോദ്യം നല്ല എളുപ്പത്തിലുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു 3-4 ചോദ്യം നല്ല പാടുള്ള ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള ഫാക്റ്റുകളായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജിയും കൂടി ചേർത്ത് പഠിക്കുക. നിങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിക്കുമല്ലോ, പഠിക്കുമ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും പഠിക്കും. പഠിക്കുന്ന സമയത്ത് ഈ ഇൻപുട്ട് ഡിവൈസിലും ഔട്ട്പുട്ട് ഡിവൈസിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് അതും കൂടി ചേർത്ത് പഠിക്കുക കേട്ടോ. ഈ മോണിറ്ററിനെ കുറിച്ചൊക്കെ, മോണിറ്റർ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് കീബോർഡ്, പ്രിന്റർ, ഇതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി PSC ചോദിക്കാറുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ശകലം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. സോ അതും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറുവാനായിട്ട് സാധിക്കും. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.